ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ മപ്പാസിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. പാലപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ചിക്കൻ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. നമ്മൾക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ചൂടായ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 കിലോ ചിക്കന്റെ അളവാണ് പറയുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി വൃത്തിയാക്കിയതും 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും നല്ല എരിവുള്ള 4 പച്ചമുളകും കൂടി ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിലരിഞ്ഞതും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിനാവശ്യമായി പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനാവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കുക. ഇപ്പോ മസാലപ്പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 വലിയ ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളായി മുറിച്ചതും 1 വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ടതില്ല. ചിക്കൻ മപ്പാസിന് സാധാരണയായി ഉരുളക്കിഴങ്ങും കൂടെ ചേർത്താണ് വേവിക്കാറ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോ ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ ആവശ്യമായി തേങ്ങയുടെ 2/2 പാൽ 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മപ്പാസ് തേങ്ങാപ്പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് തേങ്ങയുടെ 2/2 പാലാണ്. 2 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി അടച്ചു വെച്ച് നമ്മൾക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10-15 മിനിറ്റ് കൂടി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം ഞാൻ ഇവിടെ മൂടി തുറന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയുടെ 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 പാൽ ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഇരിക്കും തോറും കുറുകുന്ന കറിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് വെള്ളം നോക്കി നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോ ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് മപ്പാസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി താളിച്ചൊഴിക്കണം. ഈ ഉള്ളി താളിച്ചൊഴിക്കുന്നതാണ് ചിക്കൻ മപ്പാസിന്റെ രുചി കൂട്ടുന്നത്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല.
ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 15 ചെറിയ ഉള്ളി നേർമയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോ ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഈ താളിപ്പ് നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസിന് പാലപ്പത്തിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ മപ്പാസ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക.